സാർ നമസ്കാരം. സാർ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ ഈ റീസെന്റ് അമ്മയായിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പിന് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് അമ്മയുടെ ബ്ലഡ് പ്രഷർ ഒരു കാണിച്ച ലോവർ എൻഡിലായിട്ട് തോന്നി. ഒരു 94/64 അങ്ങനെയാണെന്ന് തോന്നിച്ചു. അപ്പൊ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതിനുണ്ടോ? നമുക്ക് തലചുറ്റില് കണ്ണിലിരിട്ട് വരുന്ന പോലെയോ, ഇടയ്ക്ക് ബോധക്കേട് വരുന്ന പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൈകാലുകൾ തണുത്തിരിക്കുന്ന ഫീലിംഗ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സാർ. ഒന്നും പറയുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ലിമിറ്റ് അപ് ടു 90-60 വരെ നോർമൽ റേഞ്ചിൽ പെടുത്തുന്നതാണ്. 90/60 വരെ. പിന്നെ നമുക്ക് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ശ്രദ്ധിക്കണം. പിന്നെ ചിലർക്ക് വെയിറ്റ് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് 90-60 താഴെയുള്ളവരും കാണാം. നോർമൽ തന്നെയായിട്ട് നമ്മൾ എടുക്കാം. ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമുള്ള കാര്യമാണ്. അതെ അതെ, അപ്പൊ പേടിക്കണ്ട. ഓക്കെ സാർ. അമ്മയ്ക്ക് ഈ ഡയബറ്റിക് ഹിസ്റ്ററി ഉണ്ട്. ഡയബറ്റീസ് ഉണ്ട്. അപ്പം അതിന്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് കൂടെ. മരുന്ന് കഴിക്കുന്നില്ലല്ലോ? ബിപിയുടെ ഒന്നുമില്ല സാർ. ഒന്നുമില്ല. റൈറ്റ്. ഈ ഡയബറ്റീസ് ഉള്ളവരെ നമുക്ക് ഒരു കാര്യം നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദീർഘകാലം പ്രമേഹമുള്ളവരല്ലേ, ഈ കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നവര്, ഇപ്പം ന്യൂറോപ്പതി, ഈ നെർവിന്റെ ഡാമേജ് വരുന്ന ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവർക്ക് ചിലപ്പം ഈ നമ്മൾ ഇരുന്നിട്ടോ കിടന്നിട്ടൊക്കെ എണീക്കുമ്പോ പെട്ടെന്ന് ബി.പി ഫോൾ വരാം. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ലക്ഷണം നമ്മ പറയുന്നില്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ പിന്നെ പേടിക്കേണ്ടി വരുന്നില്ല, പ്രശ്നമുള്ള. അതെ അതെ. ഇപ്പൊ സാർ ഒരു സംശയം കൂടെ ഉണ്ട്. നമുക്കിപ്പോ ബി.പി ലൈക്ക് ഇപ്പം ഷുഗർ ഇല്ലാത്ത ഒരാളും ഒരു മുതിർന്നവർക്ക് എങ്ങനെയായിരിക്കും നമ്മളത് സാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുക? അപ്പം ഈ നമുക്ക് ഷുഗർ ഇല്ലാത്തവരെല്ലാം ചിലപ്പോൾ ലോ ബി.പിയുടെ കാര്യം വരാം. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗം, പമ്പിംഗ് ഉള്ളവരിൽ ലോ ബി.പി വരാം. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഹോർമോൺ പ്രശ്നങ്ങൾ, ഈ സ്റ്റിറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിൽ ലോ ബി.പി വരാം. പിന്നെ ചിലപ്പോൾ നമുക്ക് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഒത്തിരി വോമിറ്റിങ്, ഡയറിയ അങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോഴും നമുക്ക് ലോ ബി.പി വരാം. പിന്നെ രക്തക്കുറവ്, അനീമിയ അല്ലെ, നമ്മുടെ നാട്ടിൽ കോമൺ ആണ് അനീമിയ. അപ്പൊ രക്തക്കുറവ് വന്നിട്ട് നമുക്ക് ലോ ബി.പി വരാം. പിന്നെ നമുക്ക് ICUല് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ലോ ബി.പി വരാം. അപ്പൊ നമുക്ക് ലോ ബി.പി ഉള്ളവരിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ലോ ബി.പിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. വെറും ഉപ്പുവെള്ളം മാത്രം കുടിച്ച് നടന്നാൽ പോരാ. അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ലോ ബി.പിയുടെ ചികിത്സ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.